ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. കൂടാതെ UPI തുടങ്ങിയവരെല്ലാം വിഡ്രോ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചിലാകട്ടെ നിരവധി സംഭവങ്ങളാണല്ലോ നടന്നത്. എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് മറ്റു ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോയിലാകട്ടെ മാർക്കസ് പറയുന്ന പ്രകാരം ATK മോഹൻ ബഗാന്റെ ഭാഗത്ത് നിന്ന് നിരവധി മികച്ച സൈനിങ്ങുകൾ കാണാൻ സാധിക്കുമെന്നാണ്. എല്ലാ തവണത്തെ പോലെ മിക്കവാറും മികച്ചൊരു ഇന്ത്യൻ താരത്തെ അവർ നല്ല രീതിയിൽ പണം കൊടുത്ത് തന്നെ എടുക്കാനാണ് ഇവിടെ സാധ്യത. എന്തൊക്കെയായാലും സന്ദേശ് സിംഗൻ ഇപ്പോൾ ATK മോഹൻ ബഗാനിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന് പറഞ്ഞ് നിരവധി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പരക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലിസ് ആയിരുന്നു ആദ്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ അവർ പറയുന്ന പ്രകാരം ടൈംസ് ഓഫ് ഇന്ത്യയുടെ കൊൽക്കത്ത എഡിഷനും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു എന്നാണ്. സിലിസിന് പിന്നാലെ തന്നെ മറ്റു ചില മാധ്യമങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ക്രൊയേഷ്യൻ ക്ലബ് SNK സിബിനിക്കിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിലായിരിക്കും താരം ഇപ്പോൾ ഇന്ത്യയിൽ എത്തുക എന്നാണ്. എന്തായാലും ജിംഗൻ വരുമോ ഇല്ലയോ എന്ന കാര്യം കണ്ടു തന്നെ അറിയാം. കൂടാതെ പരിക്ക് കാരണം താരത്തിന് ഇതുവരെയും അവിടെ അവസരം കിട്ടിയില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ബ്രൈറ്റൻ നോവാക്കാറാകട്ടെ ATK മോഹൻ ബഗാനിൽ ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചില റൂമറുകൾ പരക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇരുവരും തമ്മിൽ ഒരു ചർച്ച നടന്നിട്ടില്ലെന്ന് മാർക്കസ് ഇന്നലെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ ചെന്നൈയിൻ FC ആകട്ടെ ഒരു സൈനിങ് ഇന്നലെ ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒഡീഷ FCയുടെ ഒരു സെന്റർ ബാക്കിനെയാണ് അവർ ഇന്നലെ സ്വന്തമാക്കിയത്. ഗൈസ്, അതുപോലെ നമ്മുടെ രാഹുൽ KPയുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതായത് രാഹുൽ KP ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. കൂടാതെ മിക്കവാറും അടുത്ത മത്സരം തൊട്ട് താരം അവൈലബിൾ ആയിരിക്കുമെന്ന് നമ്മുടെ കോച്ച് ഇന്നലെ നടന്ന ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ തേർഡ് ഗോൾ കീപ്പർ ആകട്ടെ കേരള പ്രീമിയർ ലീഗ് കളിക്കാൻ ഇപ്പോൾ കേരളത്തിലേക്ക് മടങ്ങി വരുമെന്നാണ്. എന്തൊക്കെയായാലും ഈ താരമാകട്ടെ ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഗോവയിലാണ്. ഗൈസ്, അപ്പോൾ ഇനി എന്തായാലും ഇന്നലെ നടന്ന മാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 2 മത്സരങ്ങളായിരുന്നല്ലോ ഇന്നലെ നടന്നിരുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത് നടന്ന മത്സരം ചെന്നൈയിൻ FCയും കൂടാതെ ജംഷഡ്പൂറും തമ്മിലായിരുന്നു. അതുപോലെ 0-1 എന്ന സ്കോർ ലൈനോടെ നമ്മുടെ ചെന്നൈയിൻ FC ആയിരുന്നു ആ മത്സരത്തിൽ ഇന്നലെ വിജയിക്കുകയുണ്ടായത്. ഇനി എന്തായാലും മറ്റു മത്സരമാകട്ടെ ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഗോവയും തമ്മിലായിരുന്നല്ലോ നടന്നിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടതുപോലെ തന്നെ 2-2 എന്ന സമനിലയിൽ മത്സരം ഇന്നലെ പിരിയുകയായിരുന്നു. എന്തൊക്കെയാലും വേണ്ടി എടുത്തു പറയേണ്ട കാര്യം 2 ഗോളിന്റെ ലീഡ് നേടിയതിനു ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ വഴങ്ങിയതെന്നാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശം പ്രകടനമായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. ആദ്യ 20 മിനിറ്റ് മികച്ച രീതിയിൽ കളിച്ചെങ്കിലും അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് നല്ല മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഇന്നലത്തെ മാച്ച് സ്റ്റാറ്റ് നോക്കിയാലും ഈ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ പിറന്ന 4 ഗോളുകളിൽ 3 ഗോളുകളും വളരെ മികച്ച ഗോളുകളായിരുന്നു. FC ഗോവയുടെ എഡുബേഡിയാകട്ടെ ഒരു കോർണർക്ക് ഡയറക്റ്റായി തന്നെ ഗോൾ കയറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ അഡ്രിയാൻ ലൂണയുടെയും വളരെ മികച്ച ഒരു ഗോളായിരുന്നു. എന്തൊക്കെയാലും എടുത്തു പറയേണ്ട കാര്യം റഫറിമാർ തന്നെയാണ്. എല്ലാ മത്സരത്തെ പോലെ ഇന്നലത്തെ മത്സരം റഫറിമാർ നശിപ്പിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തൊക്കെയാലും ഇന്നലത്തെ മത്സരം സമനിലയിൽ പിരിഞ്ഞെങ്കിലും FC ഗോവയ്ക്ക് ഒരു വിജയമാണ് നേടേണ്ടിയിരുന്നത്. ഇതിന് കാരണം റഫറി ആകട്ടെ ഒരു ക്ലിയർ പെനാൽറ്റി ഇന്നലെ FC ഗോവയ്ക്ക് നൽകാതെ പോയി. എന്തൊക്കെയാലും ഇന്നലെ വൻ ചർച്ചയായത് ഇന്നലത്തെ ഒരു യെല്ലോ കാർഡ് ഇൻസിഡന്റ് ആണ്. ജോർജ് പെരേര ഡിയാസും അതുപോലെ ഗ്ലാൻ മാർട്ടിനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ റഫറി ആകട്ടെ ഗ്ലാൻ മാർട്ടിനും അതുപോലെ ആ സീനിൽ പോലും ഇല്ലായിരുന്ന ലെസ്കോവിക്കിനുമാണ് ഇന്നലെ യെല്ലോ കാർഡ് നൽകിയത്. എന്തായാലും ISL തന്നെ കളിക്കുന്ന ടീം മുതൽ ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങി വൻ മാധ്യമങ്ങൾ വരെ ഈ കാര്യം ഇന്നലെ ചർച്ചയാക്കിയതാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സും ഈ കാര്യം അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് പോസ്റ്റ് ചെയ്തു എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ 2-3 മിനിറ്റോളം മെയിൻ റഫറിയായിട്ട് ലൈൻസ് റഫറിമാരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് തെറ്റായ താരത്തിന് യെല്ലോ കാർഡ് കാണിച്ചതെന്നാണ് എടുത്തു പറയേണ്ടത്. എന്തൊക്കെയാലും വളരെ മോശം റഫറിംഗ് തന്നെയാണ് എല്ലാ ദിവസവും നമുക്ക് ISLന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും മറ്റു ക്ലബ്ബുകൾ ചെയ്യുന്നത് പോലെ ബ്ലാസ്റ്റേഴ്സ് അപ്പീൽ സമർപ്പിച്ചാൽ മിക്കവാറും യെല്ലോ കാർഡ് മാറ്റി കിട്ടിയേക്കാം. എന്തൊക്കെയാലും മിക്കവാറും ഈ സീസണിലെ ഏറ്റവും മോശം പ്രകടനമായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ കാണാൻ സാധിച്ചത്. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ FC ഗോവ ഇന്നലത്തെ ഗോൾ വഴി ISL 250 ഗോളുകൾ തികക്കുന്ന ആദ്യ ക്ലബ്ബായി മാറുകയും ചെയ്തിരുന്നു. എന്തായാലും പോയിന്റ് ടേബിളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ടോപ്പ് 4-ൽ തന്നെയുണ്ട്. അതായത് 3-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നിൽക്കുന്നത്. എന്തൊക്കെയാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരമാകട്ടെ ഹൈദരാബാദുമായിട്ടാണ് വരുന്നത്. ഇന്നലത്തെ പോലെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയെങ്കിൽ തീർച്ചയായും ഒരു തോൽവിയായിരിക്കും നേരിടേണ്ടി വരിക. ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സിന് അൺബീറ്റൻ റണ്ണാകട്ടെ ഇപ്പോൾ 8 മാച്ചിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ നടന്ന തെറ്റുകളിൽ നിന്ന് പഠിച്ച് അടുത്ത മത്സരം മികച്ച രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ വീഡിയോസ് അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ISL മാച്ചുകളൊക്കെ ലൈവായി ഫ്രീ ആയി മലയാളം കമന്റോടൊപ്പം തന്നെ കാണാൻ സാധിക്കുന്ന ലിങ്കുകൾ നമ്മുടെ ടെലഗ്രാം ചാനലാണ് പോസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിലെ ലിങ്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരും കയറുന്ന ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.